നരനു വിമോചനമേകിടുവാൻ നരനാ വന്നു പിറന്നവനേ മിശിഹാ കർത്താവേ. പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. ഈ പ്രഭാതത്തിൽ നമ്മുടെ മുൻപിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ നാഥനെ, പരിശുദ്ധ ത്രിത്വത്തെ ഏറ്റവും സ്നേഹത്തോടുകൂടി നോക്കാം. ദിവ്യമായ അൾത്താരയിൽ തൂമഞ്ഞിൻ വെണ്മയിൽ യേശുനാഥൻ, പരിശുദ്ധ ത്രിത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇവിടെ നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ നല്ല ദൈവത്തെ ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും താഴ്മയോടെ, വലിയ ഭക്തിയോടെ ആരാധിക്കാം. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിക്കുകയും അതിൻ്റെ അതിനാഥനായി വാഴുകയും ചെയ്യുന്ന പിതാവായ ദൈവത്തെ ഈ നിമിഷം നമുക്ക് ഏറ്റവും സ്നേഹത്തോടെ ആരാധിക്കാം. ദൈവപിതാ സ്നേഹദാതാ ആരാധിക്കും നീതാ, മാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. ദൈവപിതാ സ്നേഹദാതാ ആരാധിക്കും നീതാ, വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. ഈ ലോകത്തെ സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ അധപതനത്തിൽ ദുഃഖിതനായ ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തിരുമനസ്സായി. തൻ്റെ പുത്രനിലൂടെ ഈ ലോകത്തെ രക്ഷിക്കുവാൻ പുത്രനായ ദൈവം തൻ്റെ ശരീരവും രക്തവും ദാനമായി നൽകിക്കൊണ്ട്, കുരിശിൽ ബലിയർപ്പിച്ചുകൊണ്ട് നമുക്ക് ആ നിത്യരക്ഷ നേടിത്തന്നു. പുത്രനായ ദൈവത്തെ ഈ നിമിഷം സ്നേഹാദരവോടെ ആരാധിക്കാം. യേശുനാഥാ ആരാധിക്കും നീതാ, വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. ദൈവപുത്രാ യേശുനാഥാ ആരാധിക്കും നീതാ, വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ആ സ്നേഹമായ പരിശുദ്ധാത്മാവ്, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ പുത്രനെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈശോ ഈ ലോകത്തിലേക്ക് വന്നു. തൻ്റെ രക്ഷണകൃത്യം പൂർത്തിയാകുവാൻ പരിശുദ്ധാത്മാവായ ദൈവം ഈശോയെ സഹായിച്ചു. പരിശുദ്ധാത്മാവ് ഇന്നും സഭയിൽ നമ്മെ വളർത്തുന്നു, നയിക്കുന്നു. യേശു പഠിപ്പിച്ച കാര്യങ്ങൾ പിതാവിൻ്റെ ഹിതം ചെയ്യുവാൻ, പുത്രനെ അനുസരിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായകൻ നമ്മെ എന്നും സഹായിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് മൂലം നമ്മൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവ് നമുക്ക് ശക്തി തരുന്നു. ഈ ആത്മാവിൻ്റെ സ്നേഹത്തെ ഓർത്ത്, ആത്മാവിൻ്റെ ശക്തിയെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവിന് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിച്ചുകൊണ്ട് പാടാം. പാവനാത്മാ സ്നേഹദാത ആരാധിക്കും നീതാ, വാരിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. പാവനാത്മാ സ്നേഹരൂപ ആരാധിക്കും നീതാ, വാനിടവും പാരിടവും ഒന്നാകെ വാഴ്ത്തുന്നു, നിന്നാമം വാഴ്ത്തുന്നു. ആരാധന 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 ആരാധന. ദൈവത്തെ ആരാധിക്കാം, പുത്രനെ ആരാധിക്കാം, പരിശുദ്ധാത്മാവിനെ ആരാധിക്കാം. ദൈവത്തിന്റെ മുൻപിൽ ആരാധനാപൂർവമായിരിക്കും. ഈശോയുടെ സ്നേഹം നിറയാൻ ആരാധിക്കാം. ഇരടികളോട് ചേർന്ന് നമുക്കും പാടാം. ആരാധന 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 ആരാധന. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, സ്തോത്രം. യേശുവേ നന്ദി. പിതാവായ ദൈവമേ നന്ദി. പുത്രനായ യേശുവേ ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ നന്ദി. ആരാധന 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 ആരാധന. ഈ സുന്ദരമായ പ്രഭാതത്തിൽ ഈശോയോട് ചേർന്ന് അല്പസമയം ആയിരിക്കാം. ഈശോ ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ 57 മുതലുള്ള തിരുവചനങ്ങളിലൂടെ നാം കാണുന്നത് ഇപ്രകാരമാണ്. അവർ പോകുന്ന വഴി ഒരുവൻ ഈശോയോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗമിക്കാം. ഈശോ അവനോട് പറഞ്ഞു, കുറുതരികൾക്ക് മാളങ്ങളും പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കുവാൻ ഇടമില്ല. വേറെ ഒരുവനോട് ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ കുറേ ഒഴികഴിവുകൾ പറയുകയാണ്. വീണ്ടും വേറെ ഒരുവനും അവനോടും ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവനും ഒഴികഴിവുകൾ പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. എന്നെ അനുഗമിക്കുക. ഒരു ക്രൈസ്തവൻ്റെ വിളി അതാണ്. പിൻചെല്ലുക. ക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള വിളിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും. ഈശോയോട് ചേർന്നിരിക്കുവാൻ, ഈശോയോട് കൂടെയായിരിക്കുവാൻ, അവൻ്റെ വചനങ്ങൾ കേൾക്കുവാൻ, അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ, അതിലൂടെ അവനെ പിൻചെല്ലുവാൻ. ഈ ഒരു വിളിയാണ് ഈശോ ഇന്ന് നമുക്ക് നൽകുക. യേശു പഠിപ്പിക്കുന്നതും അതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്,
ഈശോ ശിഷ്യന്മാരോട് പറയുമ്പോൾ ഞാൻ പോവുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുകയാണ്, നീ എങ്ങോട്ടാ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നില്ല. അപ്പോൾ യേശു പിതാവിൻ്റെ പക്കലേക്കുള്ള വഴിയാണ്. ഈ വഴിയായവനെ അനുഗമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം. ഈശോയെ അവൻ്റെ ജീവിതകാലത്ത് തെളിഞ്ഞും ഒളിഞ്ഞും അനുഗമിച്ച ഒത്തിരിയേറെ ആളുകളെ സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇസ്രായേലിൽ അന്ന് ജീവിച്ചിരുന്ന ഓരോരുത്തർ. ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം, പരിശുദ്ധ അമ്മ. യേശുവിൻ്റെ വചനങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുവാൻ വെമ്പിയവളാണവൾ. പിതാവിൻ്റെ ഹിതത്തോട് ചേർന്ന് നിന്നവളാണ് പരിശുദ്ധ അമ്മ. ആ ഹിതം തൻ്റെ ജീവിതത്തിലൂടെ അനുവർത്തിക്കുവാൻ, പുത്രന് ജന്മം നൽകുവാൻ, ആ പുത്രനെ പ്രസവിച്ചത് വഴി സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയൊന്നും പതറാതെ പരിശുദ്ധ അമ്മ ഈശോയുടെ വഴിയിൽ ഈശോയെ അനുഗമിക്കുകയായിരുന്നു. യേശുവിനെ കാണുവാനായിട്ട് അമ്മയും സഹോദരനും കാത്തു നിൽക്കുന്ന രംഗം, കുരിശിൻ്റെ ചുവട്ടിലേക്ക് യാത്രയിൽ പരിശുദ്ധ അമ്മ ഓടുന്ന ചിത്രം. 4-ാമത്തെ സ്ഥലത്ത് നമ്മൾ കാണുന്നുണ്ട്, വഴിയിൽ മാതാവ് ഈശോയെ കാണുന്ന രംഗം. വീണ്ടും കുരിശിൻ്റെ ഗാഗുൽത്തായുടെ വിരുമാറിൽ പരിശുദ്ധ അമ്മ തൻ്റെ പുത്രൻ 3 ആണികളിൽ തൂങ്ങി നിൽക്കുമ്പോൾ അവിടെ അതിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് പതറാതെ മകന് ധൈര്യമായി നിൽക്കുന്ന പരിശുദ്ധ അമ്മ. തൻ്റെ ഹിതം എന്താണെന്ന്, തൻ്റെ പിതാവിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിലൂടെ എന്താണെന്ന് മനസ്സിലാക്കുന്ന അമ്മ. ആ അമ്മ യേശുവിനെ അടുത്ത് അനുകരിച്ച 1-ാമത്തെ സ്ത്രീ ആണ്. 2-ാമത്തെ വ്യക്തിത്വത്തിൽ നമ്മൾ കാണുന്നത് ശിഷ്യന്മാരാണ്. പത്രോസ് അതുപോലെയുള്ള ശിഷ്യന്മാരെ നമ്മൾ നോക്കുമ്പോൾ യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക. 4 ശിഷ്യന്മാരെ ഈശോ ആദ്യം വിളിച്ചു. അവർ വന്നു അന്വേഷിച്ചു, നീ എവിടെയാണ് താമസിക്കുന്നത്? ഈശോ പറഞ്ഞു, വന്നു കാണുക. അവർ വന്നു കണ്ടു, അവൻ്റെ കൂടെ താമസിച്ചു. 3 വർഷക്കാലം ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞ് അവരെ പഠിപ്പിച്ച ഈശോ അവസാനം ഇവരെല്ലാം, പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു, യൂദാസ് ഒറ്റിക്കൊടുത്തു. യേശുവിൻ്റെ വഴിയിൽ നിന്ന് പതറിപ്പോയവരാണ് അവരൊക്കെ. അവർക്ക് യേശുവിൻ്റെ വഴികൾ തിരിച്ചറിയുവാനോ അവനെ പിൻചെല്ലുവാനോ സാധിക്കാതെ പോയി. ഒരു വേള യൂദാസ് ജീവിതത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് തകർന്നപ്പോൾ പത്രോസ് യേശുവിലേക്ക് തിരിച്ചു വന്ന് അവൻ്റെ വഴിയെ വരുന്ന ചിത്രം നമുക്ക് കാണാം. വീണ്ടും യേശുവിനെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അനുഗമിച്ചവർ ഒത്തിരിയേറെ ആളുകളുണ്ട്. നിക്കോദേമോസ് രാത്രിയിൽ ഈശോയുടെ അടുത്ത് വന്നവനാണ്. അവൻ അരിമത്തിയക്കാരൻ ജോസഫ് അതുപോലെ തന്നെ യേശുവിനെ ഇരുളിൻ്റെ മറയിൽ നിന്നുകൊണ്ട് അടുത്ത് അനുഗമിക്കാൻ ശ്രമിച്ചവനാണ്. പക്ഷേ ഇരുളിൽ നിന്നതുകൊണ്ട് അവന് വെളിച്ചത്ത് വന്ന് യേശുവിനെ സധൈര്യം പ്രഘോഷിക്കുവാൻ, അനുഗമിക്കുവാൻ സാധിച്ചില്ല. അവരുടെയൊക്കെ ജീവിതത്തിൽ പതറിപ്പോകുന്ന നിമിഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണും മഗ്ദലന മറിയം, യേശു പാപമോചനം നൽകിയ സ്ത്രീ. അവളുടെ ജീവിതത്തിൽ യേശു തമ്പുരാൻ സ്നേഹം കാണിച്ചപ്പോൾ അവളുടെ ജീവിതം അവനു വേണ്ടി മാറ്റിവെച്ചു. അങ്ങനെ അവൾ യേശുവിനു വേണ്ടി ജീവിതകാലം മുഴുവനും അവനെ ശുശ്രൂഷിക്കുന്നവളായി മാറി. കൂടെ അവളുടെ സുഹൃത്തുക്കളെയും കൂട്ടി. അങ്ങനെ സാമ്പത്തികമായിട്ടും മറ്റു രീതികളിലും യേശുവിനെ അവർ ശുശ്രൂഷിച്ചിരുന്നു. ഈ സ്ത്രീകൾ പോലും യേശുവിനെ അടുത്തനുകരിക്കുവാൻ ശ്രമിച്ചു. അവരിൽ മഗ്ദലന മറിയമായിരുന്നു യേശുവിനെ അടുത്തനുഗമിച്ച 2-ാമത്തെ സ്ത്രീ. വീണ്ടും നമ്മൾ കാണും ജനക്കൂട്ടം യേശുവിനെ അടുത്തനുഗമിച്ചത് അവരുടെ ആവശ്യങ്ങൾ നിറവേറുവാനാണ്. അന്ധനും ബധിരനുമൊക്കെ, കുഷ്ഠരോഗിയും തളർവാദ രോഗിയുമൊക്കെ യേശുവിനെ അടുത്തനുകരിച്ചത് അവൻ്റെ സൗഖ്യദായകമായ കരസ്പർശം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. എങ്കിലും അവരൊക്കെ ജീവിതത്തിൽ അവനെ അടുത്തനുഗമിച്ചപ്പോൾ സൗഖ്യം നേടുന്നവരായി, രക്ഷ അനുഭവിച്ചവരായി, സുവിശേഷത്തിൽ സാക്ഷികളായി മാറുന്നവർ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ കൂടെ യേശുവിനെ തിക്കിത്തിരക്കി അനുഗമിച്ച് കുറേ പേരുണ്ടായിരുന്നു. യഹൂദ പ്രമാണിമാരും ഫരിസേയരുമൊക്കെ. അവരൊക്കെ രക്ഷയുടെ ചരിത്രത്തിൽ ഇടം കിട്ടാതെ താളം തെറ്റി താഴെ പോകുന്ന ചിത്രമാണ് സുവിശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക.
ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു വെല്ലുവിളിയാണ് ഇന്ന് ഈശോ നമ്മെ ഏറ്റെടുക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇവരെല്ലാം തകർന്നു പോയിടത്ത് നിനക്ക് സാധിക്കുമോ എൻ്റെ അനുഗാമിയാകാൻ? നിനക്ക് സാധിക്കുമോ എൻ്റെ അനുഗാമിയാകാൻ? ഈ ഒരു ചോദ്യമാണ് ഈശോ ഇന്ന് നമ്മളോട് ചോദിക്കുന്നത്. ഈ ദിവ്യകാരുണ്യത്തെ നോക്കിയിട്ട് നമുക്ക് പറയാം, ഈശോയെ, ഞാൻ നിന്നെ അനുഗമിക്കാൻ തയ്യാറാണ്. എൻ്റെ പിതാവിനെ അടക്കാൻ, എൻ്റെ വയലുകളെ നോക്കാൻ അതൊന്നുമല്ല എനിക്ക് പ്രധാനം, മറിച്ച് നീയാണ് എനിക്ക് പ്രധാനം. ആ ഒരു ചിത്രം അല്ലെങ്കിൽ ആ ഒരു ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്കുരിപ്പിക്കുവാൻ ഇടയാകട്ടെ ഈ വചനത്തിന്. ഇങ്ങനെ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വളമായി ജലമായി അവസാനം ഫലം ചൂടി നൂറുമേനി ഫലമേകുന്ന വൃക്ഷമായി മാറുവാൻ ഇടയാകട്ടെ. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ചേർത്ത് വെക്കാം. ഒരു നിമിഷം, ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഇവയെല്ലാം സ്വീകരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമോ? ഇവരൊക്കെ അനുഗമിച്ചതുപോലെ പലപ്പോഴും ഞാൻ എൻ്റെ സ്വാർത്ഥമായ ചിന്തകളിലൂടെ, സ്വാർത്ഥമായ മോഹങ്ങളിലൂടെ കടന്നുപോയപ്പോൾ നിന്നെ അനുഗമിക്കുന്നതിൽ നിന്ന് അകന്നുപോയവരാ. പത്രോസ് കുളിരായിരുന്നത് കൊണ്ട് അടുത്തല്ല, അകന്ന് അനുഗമിച്ചു. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകൾ വന്നു. അവൻ പലതവണ യേശുവിനെ തള്ളിപ്പറയേണ്ടതായിട്ട് വന്നു. പ്രത്രോറിയത്തിലും അതുപോലെ തന്നെ വള്ളത്തെ കയറുമ്പോഴുമൊക്കെ യേശുവിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടവനായിട്ട്, കടലിൽ താഴുന്നവനായിട്ട് നമ്മൾ പത്രോസിനെ കാണുന്നുണ്ട്. എന്നാൽ യോഹന്നാൻ, അവൻ യേശുവിനെ അടുത്ത് അനുകരിച്ചു. യേശുവിൻ്റെ സ്വരം, കുഞ്ഞുങ്ങളെ മീൻ വല്ലതും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അത് കർത്താവാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള വരം യോഹന്നാന് കർത്താവ് കൊടുത്തു. അത് അവനെ അടുത്ത് അനുഗമിച്ചതുകൊണ്ടാണ്. യോഹന്നാൻ ആദ്യ സമയം മുതൽ അവസാനം യേശുവിൻ്റെ കുരിശു മരണം വരെയും പിന്നീടും യേശുവിനെ അടുത്ത് അനുകരിച്ചവനാണ്. ഈ ഒരു ചിത്രം പരിശുദ്ധ അമ്മയെപ്പോലെ, മഗ്ദലന മറിയത്തെ പോലെ, വിശുദ്ധ യോഹന്നാനെ പോലെ നമുക്ക് സാധിക്കുമോ ഈശോയെ അടുത്ത് അനുകരിക്കുവാൻ? ഈ ഒരു ചിന്തയാകട്ടെ ഈ ദിവ്യകാരുണ്യനാഥനോടൊത്ത് ഈ പ്രഭാതത്തിൽ ഈശോയെ അടുത്തനുകരിക്കുക. അങ്ങനെ അവൻ്റെ രാജ്യത്തിൽ ഇടം നേടുവാൻ ഇടയാവുക. ഈ ഒരു ചിന്തയോടുകൂടെ അവൻ്റെ ആശീർവാദം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റുവാങ്ങാം. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരെ. നമ്മുടെ ജീവിതത്തിൽ എന്നും യേശുവിനോട് കൂടെ ജീവിക്കുവാൻ പ്രതിജ്ഞ ചെയ്യാം. യേശുവിനെ കൂടാതെ ഇനിയില്ല എൻ്റെ ജീവിതത്തിൽ, നിന്നെ കൂടാതെ ഇല്ല എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു ദിവസവും എന്ന് യേശുവിനോട്, ദിവ്യകാരുണ്യനാഥനെ നോക്കിയിട്ട് നമുക്ക് പറയാം, എൻ്റെ സ്നേഹനാഥ, എൻ്റെ ജീവിത വഴികളിൽ ഇതുവരെ ഞാൻ തെറ്റിപ്പോയി. ഇനിയുള്ള എൻ്റെ ജീവിതം നിന്നോട് കൂടെ ആയിരിക്കാൻ, ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവനിലും നിന്നെ മാത്രം സ്നേഹിക്കാൻ, എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവുമായി നിന്നെ ഏറ്റുപറയുവാൻ, ആരാധിക്കുവാൻ വരമേകണേ എന്ന് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഈരടികൾ പാടാം. ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. പിരിയാൻ സാധിക്കുകയില്ല. സ്നേഹിക്കാം നമുക്ക് യേശുവിനെ വീണ്ടും. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ, സ്നേഹിക്കും നീ, സ്നേഹിക്കും നീ, സ്നേഹിക്കും നീ യേശുവേ, സ്നേഹിക്കും നീ,
സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ. ഈ ഈരടികളോടെ നാഥൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ, സ്നേഹിക്കുന്നേ യേശുവേ.